ഹായ്, വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. പ്രിയപ്പെട്ട NCET വിദ്യാർത്ഥികളെ, നിങ്ങളുടെ എക്സാം ബോർഡ് എക്സാം കഴിയാൻ ഏകദേശം കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കൂടാതെ അത് കഴിഞ്ഞാൽ ഏപ്രിൽ 17 നിങ്ങളുടെ NCETയുടെ എക്സാം വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ഇത്രയും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ എങ്ങനെ നമ്മൾ ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ചെടുക്കും എന്നുള്ള വളരെ വലിയൊരു ചോദ്യം, നിർണായകമായൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ +2 പഠിക്കുന്ന അതല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള കുറച്ച് 3 ഡൊമൈൻ സബ്ജക്റ്റുകൾ നിങ്ങൾ എക്സാമിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടാവും. പലർക്കും അറിയാം എന്താണ് ഡൊമൈൻ സബ്ജക്റ്റ്. എന്നാൽ ഇപ്പോഴും അപ്ലൈ ചെയ്തിട്ടും ഏതൊക്കെ ഡൊമൈൻസ് ആണ് സെലക്ട് ചെയ്തത് എന്ന് നോക്കാത്തവരുണ്ടാവും. ഉടനെ തന്നെ ആ കാര്യത്തിൽ കൃത്യമായിട്ട് നോക്കുക. നമുക്ക് 17 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് എത്ര ടോപ്പിക് ഉണ്ടാവും? നിങ്ങൾ CUT എക്സാം NCET എക്സാം ഒന്ന് തന്നെയാണെന്ന് വിചാരിക്കരുത്. കാരണം CUT എക്സാമിന് ചിലപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത നിശ്ചിത എണ്ണം സബ്ജക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. മാക്സിമം നിങ്ങൾക്ക് 5 സബ്ജക്റ്റ് മാത്രമേ സെലക്ട് ചെയ്യാനുള്ളൂ. പക്ഷേ NCET എക്സാമിന് നിങ്ങൾക്ക് 7 സബ്ജക്റ്റുകളുണ്ട്. അതിൽ 2 ലാംഗ്വേജ് ഉണ്ട്. കൂടാതെ ജനറൽ ടെസ്റ്റ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, കൂടാതെ നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിലൊക്കെ പറയുന്ന ഡൊമൈൻസ്? നിങ്ങൾ +2 പഠിച്ചവരായിരിക്കും ചിലത് നിങ്ങൾക്ക് ആഗ്രഹം കൊണ്ട് നിങ്ങൾ എടുത്തതായിരിക്കും. പിന്നെ ജനറൽ ടെസ്റ്റ്, ലാംഗ്വേജ്, നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഉഷാറായിട്ട് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന 2 ലാംഗ്വേജുകൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ജനറൽ ടെസ്റ്റ് അവസാന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതാണ്. ജനറൽ ടെസ്റ്റ് അതിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പോലെയുള്ള സ്റ്റാറ്റിക് GK ഉണ്ട്. എന്നാൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു ഭാഗമുണ്ട് അല്ലേ? പലരും ചോദിക്കുന്നത് എവിടെ നിന്നാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കാനുള്ള സോഴ്സ് ലഭിക്കുക? അതിൻ്റെ നോട്ട്സ് കിട്ടുമോ, മറ്റെന്തെങ്കിലും കിട്ടുമോ ഒക്കെ? അതിന് എജുബിൾസ് ലേണിംഗ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസർ തരുന്നു. അതിൻ്റെ പരിഹാരമാണ് ഈ വീഡിയോയിൽ. നമുക്കറിയാം, ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ NCET എക്സാം തുടങ്ങിയിട്ട് തന്നെ അധിക വർഷമായിട്ടില്ല. പക്ഷേ ഇതിനിടയ്ക്ക് ഇതിൻ്റെ സിലബസ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. CUETയിൽ ആദ്യം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, മറ്റുള്ള KTET പോലെയുള്ള അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ എക്സാമുകൾ, മറ്റുള്ള നെറ്റിലൊക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. പക്ഷേ NCET എക്സാമിന് നമ്മൾ എങ്ങനെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കണം? എന്താണ് ഇതിൽ വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിക്കണം. കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചു നോക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ വർഷം NCET എക്സാം നടന്നപ്പോൾ എന്താണ് സിലബസ് കൃത്യമായിട്ട് നോക്കുക. ഇവിടെ നോക്കൂ, 2025 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസ് ആണ് എന്ത്? ഈ ഇതിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കൂ. ഫസ്റ്റ് ഇതിൻ്റെ എത്ര യൂണിറ്റുകളുണ്ട്? 7 യൂണിറ്റുകളുണ്ട്. 7 യൂണിറ്റുകളിൽ ഫസ്റ്റ് നിങ്ങൾക്ക് തരുന്നത് ഒരു നെറേറ്റീവ്സോ അല്ലെ ന്യൂസ് പേപ്പറിൻ്റെ ഏതെങ്കിലും റിപ്പോർട്ടുകൾ തരും. ഇപ്പം അല്ലെങ്കിൽ ടീച്ചേഴ്സ് കുട്ടികൾ സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൻ്റെ ബേസിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. രണ്ടാമത്തത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ട്രഗിൾസ് ഓഫ് വിമൺ അല്ലേ, അത്തരം വിഷയങ്ങൾ, ദളിത്സ് തുടങ്ങിയ കാര്യങ്ങളിൽ ഫിലിംസ്, അതുപോലെ തന്നെ ഡോക്യുമെൻ്ററീസ്, ബുക്സ് ഒക്കെ ആയിരുന്നു. പിന്നീട് ഓരോ സബ്ജക്റ്റിൽ സയൻസ്, അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ, മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആർട്സ്, സോഷ്യൽ സയൻസ്, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നുള്ള അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ട്. അതിനു മുമ്പ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഇങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് സബ്ജക്റ്റുകൾ തന്ന് ആ സബ്ജക്റ്റുകളുടെ ബേസിലും പിന്നെ ജനറൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തും ചോദിക്കാം എന്നുള്ള രീതിയിലാണ് സിലബസ് ഉണ്ടായിരുന്നത്. ഈ പ്രാവശ്യം നമ്മൾ കൃത്യമായിട്ട് നോക്കുക. ഈ പ്രാവശ്യം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 2026 ചോദിക്കുന്നത് കൃത്യമായൊരു സിലബസ് അതിനുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാറ്റങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ മാത്രമേ ഈ ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റൂ. മാത്രമല്ല 7 സബ്ജക്റ്റുകൾ നിർബന്ധമായിട്ട് നമ്മൾ എഴുതണം. നിങ്ങൾക്കറിയാം, 7 സബ്ജക്റ്റുകൾ നിർബന്ധമായിട്ട് എഴുതണം. CUT പോലെയല്ല ഏതെങ്കിലും നമ്മുടെ ഓപ്റ്റ് ചെയ്യുന്ന ടോപ്പിക്സുകൾ മാത്രം എഴുതിയാൽ പോരാ. കൃത്യമായിട്ട് 7 സബ്ജക്റ്റ്, ഇതിൻ്റെ മാർക്കൊക്കെ എക്സാമിന് സ്കോർ കാർഡിൽ വരും. ആ സ്കോർ കാർഡ് വെച്ചിട്ടാണ് നമ്മുടെ NCET ആപ്ലിക്കേഷൻ നമുക്ക് സീറ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും മുമ്പിലെത്താൻ, ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ മികച്ച മാർക്ക് വാങ്ങി സീറ്റ് കിട്ടണമെങ്കിൽ ഓരോ സബ്ജക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ വീക്കായ സബ്ജക്റ്റുകൾ നിങ്ങൾ കുറച്ചും കൂടി അതിന് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുകയും ചെയ്യണം. സോ വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കാം? തീർച്ചയായും എജുബിൾസ് ലേണിംഗ് ഇതിന് കൃത്യമായിട്ടുള്ള കോച്ചിങ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയതും ഈ ഫീൽഡിൽ ഒരുപാട് വർഷങ്ങളോളം പ്രവർത്തിച്ചവരുമായ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ ക്ലാസ്സുകൾ നയിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ ക്ലാസ്സുകൾ, നോട്ട്സുകൾ, അവസാന സമയത്ത് നിങ്ങൾക്കുള്ള PYQs
PYQs ഒക്കെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള അതിൻ്റെ വീഡിയോസുകളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ എക്സാമിന് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് എങ്ങനെ നിങ്ങൾ ഇത് പഠിക്കണം അതാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഇതിൻ്റെ സിലബസ് എടുത്തു നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വന്ന് നമ്മുടെ ജനറലി മറ്റുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാമ്യതകൾ ഇതുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലായി ഇതിന് ആദ്യം പഠിക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അവയർനെസ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങളോട് ചോദിക്കുക എന്താണ്, ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ഇത് നിങ്ങളോട് ചോദിക്കുന്നത് ഇതാ നോക്കൂ, ഫ്രം ആൻഷ്യന്റ് അല്ലേ ഞാൻ പരമ്പര, എന്താണ് വിജ്ഞാന പരമ്പര അത് മുതൽ പ്രസന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങളോട് ചോദിക്കുക ആൻഷ്യൻ പീരീഡിൽ എങ്ങനെയാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. അത് കഴിഞ്ഞാൽ മെഡീവൽ പീരീഡിൽ മധ്യകാല ഇന്ത്യയിലുള്ള, അതായത് നമ്മുടെ മുഗളന്മാർ അതുപോലെ തന്നെ അങ്ങനെയുള്ള ആ ഏരിയ ഉണ്ടല്ലോ, ആ സമയത്തുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് അതിൽ നിന്നുള്ള ഏതെങ്കിലും ചോദ്യം. പിന്നെ മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതായത് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ യൂറോപ്യന്മാർ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ അതുമായി ബന്ധപ്പെട്ട്. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മൾ അതായത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് ഇന്ത്യയിലുണ്ട്, അതിനെക്കുറിച്ച് ജനറൽ ചോദിക്കും. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ബേസിക്, ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ റെഗുലേറ്ററി ബോഡീസ്, ഓരോന്നിനും ഓരോ റെഗുലേറ്ററി ബോഡീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ടീച്ചിങ് എക്സാമുകൾക്ക് അതിൻ്റെ ഒരു അപ്പെക്സ് ബോഡി ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റുകൾ സ്കൂൾ എഡ്യൂക്കേഷൻ അപ്പെക്സ് ബോഡികൾ ഉണ്ടാവും. പിന്നെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അപ്പെക്സ് ബോഡികൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നത്. പിന്നെ കമ്മിറ്റീസ്, ഇന്ത്യയിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കമ്മിറ്റികൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇപ്പോൾ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ, അതായത് ഇത്രയും കാലങ്ങളിൽ ഭരണഘടനയിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 1 നിങ്ങൾ നോക്കേണ്ടത്. രണ്ടാമത് വരുന്നത് ഡൈവേഴ്സിറ്റി ഇൻ ലേണേഴ്സ്. ഇതാണ് കുറച്ചുകൂടി ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ. അതായത് ഒരു ലേണേഴ്സ്, പലതരം ലേണേഴ്സ് ഉണ്ട്, അവർ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അതായത് ഓരോ കുട്ടികളും യുണീക്ക് ആയിരിക്കും, അവരുടേതായ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട ഡിഫറൻസ്. അപ്പോൾ എന്താണ് ക്രിയേറ്റിവിറ്റി, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പേഴ്സണാലിറ്റി, എങ്ങനെയാണ് കുട്ടികളുടെ പേഴ്സണാലിറ്റി പഠനത്തെ സ്വാധീനിക്കുന്നത്, പേഴ്സണാലിറ്റി എങ്ങനെയാണ്, എന്താണ് പേഴ്സണാലിറ്റി, എന്താണ് പഠനത്തെ എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ടൈപ്സുകൾ, പിന്നെ ഇതിനെക്കുറിച്ചുള്ള തിയറികൾ. പിന്നെ ഇൻ്റലിജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റലിജൻസ് ഒരുപാട് തിയറീസ് വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ തിയറീസ്. അപ്പോൾ കുട്ടികളുടെ ഇൻ്റലിജൻസിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ് ചോദിക്കുക. പിന്നെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ. പിന്നെ ലേണിംഗ് പ്രിഫറൻസ്, അവരുടെ ലേണിംഗ് പ്രിഫറൻസ് അല്ലേ. അതുപോലെ ഡിസാബിലിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡിസാബിലിറ്റീസ്, പല ടൈപ്പിലുള്ള ഡിസാബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇവിടുന്ന് വരും. കാരണം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ള നിലവിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് ഡിസാബിലിറ്റി അല്ലേ, ഡിസാബിളായ കുട്ടികളൊക്കെ സ്കൂളിൽ മെയിൻ സ്ട്രീമിൽ പഠിപ്പിക്കണം, അതുമായി ബന്ധപ്പെട്ട കുറേ ആക്റ്റുകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ താഴോട്ട് വരും. പിന്നെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ഇനി അടുത്തത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണ്, അതായത് നമുക്കറിയാം എന്താണ് ടീച്ചിങ്, എന്താണ് ലേണിംഗ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടതാണ് അസസ്മെൻറ്റ്, ഇമ്പോർട്ടൻ്റ് ഓഫ് അസസ്മെൻറ്റ്. അതായത് പഠനത്തിൽ കുട്ടികൾ അസസ് ചെയ്യും, അവിടെ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, വളരെ പ്രധാനപ്പെട്ട കുറേ അസസ്മെൻറ്റ് ഉണ്ട്. പിന്നെ ടൈം, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ അസസ്മെൻറ്റ് ടൈപ്സുകൾ ഏതൊക്കെയാണ്. പിന്നെ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, കണ്ടോ, ഇതൊക്കെ ജസ്റ്റ് ഇപ്പോൾ കേൾക്കുമ്പോൾ എന്താ ഈ ഓഫും ഫോറൊക്കെ കേട്ട് ഞെട്ടത്, വളരെ സിമ്പിളാണ്, പക്ഷെ അത് മനസ്സിരുത്തി പഠിക്കണം, ഇതിൻ്റെ സ്ട്രക്ചർ പഠിക്കുക. പിന്നെ അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, ജസ്റ്റ് ഇതെങ്കിലും നോക്കി വെക്കണം കേട്ടോ. പിന്നെ ഇൻക്ലൂസീവ് ഇവാലുവേഷൻ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു സ്പെഷ്യൽ നീഡ്സ് ഓഫ് സ്റ്റുഡൻറ്റ്. പിന്നെ ചില എല്ലാ കുട്ടികളെയും ഒരേ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇൻക്ലൂസീവ് ഇവാലുവേഷൻ നടത്തുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച്. പിന്നെ നമുക്ക് വരുന്നത് 5ാമത്തെ യൂണിറ്റിൽ ക്ലാസ് റൂം മാനേജ്മെൻറ്റാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ക്ലാസ് റൂം ബിഹേവിയർ അല്ലേ, പോസിറ്റീവ് ബിഹേവിയർ, നെഗറ്റീവ് ബിഹേവിയർ, എങ്ങനെയാണ് അത് ക്ലാസ് റൂം മാനേജ്മെൻറ്റിനെ ബാധിക്കുന്നത്. പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ്, ടെക്നിക് ആൻഡ് ആക്ടിവിറ്റീസ് അല്ലേ, ക്ലാസ് റൂം മാനേജ്മെൻറ്റ് എഫക്റ്റീവ് ആക്കാൻ എന്തൊക്കെ ടെക്നിക്കുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്നത് കോപ്പറേറ്റീവ് ലേണിങ്ങും കൊളാബറേറ്റീവ് ലേണിങ്ങും. അപ്പോൾ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം, എന്താണ് കോപ്പറേറ്റീവ് ലേണിംഗ്, എന്താണ് കൊളാബറേറ്റീവ് ലേണിംഗ്. പിന്നെ പോസിറ്റീവ് ഡിസിപ്ലിൻ, ആക്റ്റീവ് ആൻഡ്, എന്താണ് ഡിസിപ്ലിൻ, ക്ലാസ് റൂം ഡിസിപ്ലിൻ, പോസിറ്റീവ് ഡിസിപ്ലിൻ. പിന്നെ ആക്റ്റീവ് ആൻഡ് എൻഗേജ്ഡ് ക്ലാസ് റൂം, നമുക്കറിയാം ക്ലാസ് റൂം ആക്റ്റീവ് ആയിരിക്കണം, എൻഗേജ്ഡ് ആയിരിക്കണം, അപ്പോൾ അതിനുള്ള ടെക്നിക്സുകളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ക്രിയേറ്റിംഗ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം, നമ്മൾ പറഞ്ഞില്ലേ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ആ ഇൻക്ലൂസീവ്
ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഭാഗമായിട്ട് ക്ലാസ് റൂമിനെ എങ്ങനെ ഇൻക്ലൂസീവ് ആക്കാം, അതുപോലെ ടൈം മാനേജ്മെന്റ് ടീച്ചറെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈം മാനേജ്മെന്റ്. പിന്നെ ഹാൻഡ്ലിംഗ് ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയർ, ക്ലാസ് റൂമിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിഹേവിയറുകളെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആറാമത്തതിൽ വരുന്നത് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ടീച്ചർ. ഒരു ടീച്ചർ അല്ലേ, നമുക്കൊരു ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ടീച്ചറുടെ റോളുകൾ പ്രൊഫഷണലായിട്ട് പേഴ്സണലായിട്ട്. അപ്പോൾ എന്താണ് റോള്? പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ടീച്ചർ. ഒരു ക്ലാസ്സിൽ എങ്ങനെയാണ് പ്രൊഫഷണലി ആ ടീച്ചർ നിൽക്കേണ്ടത്, പേഴ്സണൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആ ടീച്ചർ കീപ്പ് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. പിന്നെ വാല്യൂസ് ആൻഡ് മോറൽസ് ഫ്രം അവർ ഗ്രേറ്റ് ആൻഷ്യൻ ട്രഡീഷൻ. നമ്മൾ മനസ്സിലാക്കുക ഒരു ടീച്ചർ വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്ക് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം ഒരുപാട് വാല്യൂസ് കൈമാറലാണ് അല്ലേ, മികച്ച സിറ്റിസൺ ആക്കി മാറ്റലാണ്. സോ എന്തുകൊണ്ടാണ് ഒരു ടീച്ചർ നമ്മുടെ വിജ്ഞാന പരമ്പരയിൽ നിന്ന് നമുക്ക് ആൻഷ്യൻ്റ് പീരീഡ് മുതൽ ഒരുപാട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂസ് പിന്നെ ഗുരു ശിഷ്യ പരമ്പര അല്ലേ, പഴയ ആൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എത്തിക്സ് ഓഫ് ടീച്ചിങ് പ്രൊഫഷൻ. എന്താ ടീച്ചിങ് പ്രൊഫഷൻ എത്തിക്സ്? നമ്മളറിയാം മെഡിക്കൽ ഫീൽഡിൽ കുറേ എത്തിക്സുകൾ ഉള്ളതുപോലെ തന്നെ ടീച്ചിങ് പ്രൊഫഷനിൽ കുറേ എത്തിക്സ് ഉണ്ട് അല്ലേ. ടീച്ചേഴ്സ് വെറുതെ സാലറി വാങ്ങുക എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ജോബ് പോലെയാണോ കാണേണ്ടത്? അല്ല അല്ലേ. കൃത്യമായിട്ട് ചിലപ്പോൾ കുട്ടികൾ തന്നെ ഇപ്പോൾ പറയാറുണ്ട്, എൻ്റെ സമയം കഴിഞ്ഞാൽ ഡ്രൈവർ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകാറുണ്ട് അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പോകാറുണ്ട്. അപ്പോൾ ടീച്ചറെ സംബന്ധിച്ച് ഇതുപോലെ തന്നെ സമയം കഴിഞ്ഞോ എന്നുള്ളതാണോ അല്ലെ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ അല്ലേ ഇപ്പോൾ സ്പെഷ്യൽ ഡേ പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ടീച്ചർ അന്ന് എൻ്റെ ടൈം 5 മണി വരെയാണ്, ഇനിയുള്ള സമയം ഞാൻ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു എത്തിക്സും പ്രൊഫഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കീപ്പ് ചെയ്യാണ്ട് ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ ആൻഡ് കോ ലേണർ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. പണ്ട് നമ്മൾ അറിവ് ഇങ്ങനെ എന്താ പറയുക മറ്റുള്ളവർക്ക് ഇങ്ങനെ വീങ്ങുക, ഈ കുട്ടികൾ വീങ്ങുന്നു, ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നു. അതിനപ്പുറം ടീച്ചർ എന്നതാണ് ഒരു ഫെസിലിറ്റേറ്റർ ആണ്, സഹായിയാണ്, കോ ലേണറാണ്, കൂടെ ഉള്ള ഒരു ലേണർ പോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്കഫോൾഡ് ചെയ്യണം അവരെ, പതിയെ പതിയെ കൈത്താങ് നൽകി, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് അവയർനെസ് അബൌട്ട് റീസൺ എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഇതിൽ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ് ഒരുപാട് നമുക്കറിയാം. ഏറ്റവും റീസെൻ്റ് ആയിട്ട് NEP 2020 വന്നല്ലോ, അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതുപോലെ ഒരുപാട് ആക്റ്റുകൾ കണ്ടോ. RPWD ആക്ട് എന്താണ്? PWD ആക്ട് ഉണ്ടായിരുന്നു, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. എന്നാൽ അതിനുശേഷം അതിനെ പരിഷ്കരിച്ച് 2016 പുതിയ ആക്ട് വന്നു. അപ്പോൾ അതെന്താണ്? NEP വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NCFFS 2022, NCFSC 2023, ലോക്കൽ സ്കീം അല്ലേ, അതായത് ഗേൾസ് എഡ്യൂക്കേഷന് വേണ്ടി ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്നൊക്കെ കേട്ടില്ലേ, അങ്ങനെയുള്ള സെൻട്രൽ സ്കീമുകൾ ഉണ്ടായിരുന്നു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഫോർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും വന്നിട്ടുണ്ട്. RTE ആക്ട്, സമഗ്ര ശിക്ഷ അഭിയാൻ. എന്താണ് SSA എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച്. ഇനി 8ാമത്തെ യൂണിറ്റിൽ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് നോളജ്. ഇത് ഭയങ്കര വാസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ബേസിക് പഠിക്കുക എന്നുള്ളതാണ്. എന്താണ് ലാംഗ്വേജ്? ഈ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ജനറൽ ക്വസ്റ്റ്യൻസ് പഠിക്കണം. സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ സയൻറ്റിസ്റ്റുകൾ, കുറേ വ്യക്തികളുണ്ട്. അതായത് ഇന്ത്യൻ ആൻഡ് അതർ ഫേമസ് പേഴ്സൺ ഇൻ ഗ്രോത്ത് ഓഫ് ഡിസിപ്ലിൻ. ഈ ഡിസിപ്ലിനൊക്കെ വളരുന്നതിൽ ഒരുപാട് പേഴ്സണാലിറ്റീസ് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് പഠിക്കണം. കുറേ കൺസെപ്റ്റ് ആൻഡ് ദെയർ പെഡഗോജി. ഈ ഇതിലൊക്കെ ഓരോന്നിൻ്റെയും പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ പഠിക്കണം. അപ്പോൾ ഇതൊക്കെ ഇത്രയും ദിവസം ഇങ്ങനെ പഠിക്കുന്നു. അപ്പോൾ അതാ പറയുന്നത്, നമുക്ക് ഈ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ സിലബസിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളിത് പഠിക്കുകയാണെങ്കിൽ ഒരു വർഷം എന്താ പറയുക വലിയ ആളുകളൊക്കെ പഠിക്കുന്ന രീതിയിൽ ഒരു സിലബസാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മുടെ രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത്. കാരണം ഈ പ്രശ്നം എല്ലാ കുട്ടികളും ഫേസ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള ഈ ഒരു ക്ലാസ്സുകൾ നമ്മൾ എജുവിൽസ് ലേണിംഗ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇപ്പോൾ തന്നെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവും. പേഴ്സണൽ മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞാൽ നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഗൈഡൻസ് കൂടി നമ്മൾ തരുന്നതാണ്. അതാണ് നിങ്ങളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അല്ലെ NITയിലോ IITയിലോ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ നമുക്ക് അവസാനത്തെ 2 യൂണിറ്റ് നോക്കാം. അതിൽ വരുന്നത് ICT ഇൻ എഡ്യൂക്കേഷൻ. അവിടെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ടെക്നോളജീസ്
ഭാവിയിൽ ടെക്നോളജിക്കൽ ICTയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ICT ഇനീഷ്യേറ്റീവുകൾ ദീക്ഷ, നിഷ്ത, സ്വയം, PM അല്ലേ, PM വിദ്യ അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ, കാരണം എക്സാമിന് അങ്ങനെ ചോദിക്കും. പിന്നെ നെറേറ്റീവ്സ് ഇവിടെ ലാസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾ കഴിഞ്ഞ വർഷത്തിലുള്ളത് പോലെ തന്നെ ചില പ്രധാനപ്പെട്ട പേഴ്സൺ, ഇപ്പോൾ ഗാന്ധിയുടെ എഡ്യൂക്കേഷൻ കൺസെപ്റ്റുകളുണ്ട്, വിവേകാനന്ദ, അതുപോലെ കൃഷ്ണമൂർത്തി, അരബിന്ദോ, സാവിത്രിബായി ഫൂലെ, അതുപോലെ ഗിജുഭായ് ബദേഗ, ടാഗോർ, ഇങ്ങനെയുള്ള കുറേ ഫേമസ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. അവരുടെ എഡ്യൂക്കേഷണൽ ഫിലോസഫി നമ്മൾ അറിഞ്ഞിരിക്കുക. അതിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു തരും, നെറേറ്റീവ്സുകൾ തരും. അതിൽ നിന്ന് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, അവർ തരുന്ന ചോദ്യങ്ങളിൽ ആൻസർ പറയാന്നുള്ളത്. സോ ഇതാ NEP 2020 നിന്നൊക്കെ എടുക്കുന്നുണ്ട്, 2020 നിന്ന്. അതായത് ഇത് NEPൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കുക എന്നുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ബേസിക് ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി എജുബ്ലിസ് ലേണിംഗ് നിങ്ങളിത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക. സോ ഫീൽ ഫ്രീ ടു കണക്ട് വിത്ത് എജുബ്ലിസ് ലേണിംഗ്. താങ്ക് യു.